അസ്സലാമു അലൈക്കും. മുത്തായ തങ്ങളെ സ്നേഹിച്ചാൽ നഷ്ടപ്പെടില്ല എന്ന് മൂസാനബിൻ്റെ കാലത്തുള്ള ഒരു ചെറിയ ചരിത്രം ഞാൻ നിങ്ങളിലേക്ക് വെച്ച് പറയുകയാണ്. ബനു ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു ദിവസങ്ങളോളം പാപിയായി ജനങ്ങൾക്കാർക്കും പറ്റാത്ത രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെടുകയാണ്. അങ്ങനെ ബനു ഇസ്രായേലിലെ ജനങ്ങളെല്ലാം പാടെ കൂടിയിട്ട്, അത് മൂസാനബിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അവരെല്ലാവരും കൂടെ ഈ ഇദ്ദേഹത്തെ എടുത്തിട്ട് ഒരു ശ്മശാനത്തിൽ, അതായത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എറിയാണ്. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വിളിയാളം കൊടുക്കുകയാണ്. ഓ മൂസ, നിങ്ങൾ ഈ ബനു ഇസ്രായേലിൽ ഇങ്ങനെ വേസ്റ്റിൽ ഒരാളെ കൊണ്ടുവന്ന് ജനങ്ങൾ തട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ എടുത്തിട്ട് നല്ല രീതിയിൽ കഫൻ ചെയ്ത് അദ്ദേഹത്തെ മറവ് ചെയ്യണം എന്നുള്ള ഒരു വിളിയാളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല ഡയറക്റ്റ് നൽകുകയാണ്. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വരികയും അവിടെ വന്ന് അന്വേഷണം നടത്തുകയാണ്, ഇങ്ങനെ ഒരാളുണ്ടോ എന്ന്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇടയിൽ അത്രയും വൃത്തികെട്ട രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല, മരണം സംഭവിച്ച ഉടനെ അദ്ദേഹത്തെ എടുത്ത് ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുകയാണ്, ഓ റബ്ബുർ റഹൂഫായ തമ്പുരാനെ, ഇദ്ദേഹത്തെപ്പറ്റി നാട്ടിലുള്ള ആർക്കും ഒരഭിപ്രായവുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിനെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം അദ്ദേഹം ചെറിയ ആളല്ല, പല സമയങ്ങളിലും തൗറാത്ത് എടുത്ത് വായിക്കുന്ന ഒരാളായിരുന്നു. ഈ തൗറാത്ത് വായിക്കുന്ന സമയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം, അതായത് മുഹമ്മദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നാമം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു പ്രകാശം വരികയും അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു വാക്യത്തെ ചുംബിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഈ വാക്കിനോടും ആ മുഹമ്മദ് എന്നുള്ള പദത്തിനോടുമുള്ള താല്പര്യമായിരിക്കാം. എന്തായാലും അദ്ദേഹം എൻ്റെ ഹബീബായ തങ്ങളെ അവിടുന്ന് പ്രേമിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അദ്ദേഹം സ്വർഗീയ അവകാശിയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടൻ തന്നെ ആ ജനാസ കൊണ്ടുവരികയും അത് വൃത്തിയാക്കി കഫൻ ചെയ്ത് മറവ് ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? ഹബീബായ തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടില്ല എന്ന് ഒരു ചരിത്രം നമുക്കിതിൽ നിന്ന് മനസ്സിലായി. ഒരു ചെറിയ ചരിത്രം, അത് മൂസാ നബിൻ്റെ കാലത്ത് സംഭവിച്ച ചരിത്രം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനെ അവിടുത്തെ സഹാബാക്കൾ പ്രേമിച്ച ആ ഒരു രംഗം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അവർ ആരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ എന്ത് വലിയ വിഷയമാണെങ്കിലും ചെറുതാണെങ്കിലും അതിൽ തങ്ങളെ ഒന്ന് ഉയർത്തി വെച്ചിട്ട് അവരൊന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന മറുപടി ആയിരിക്കും അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ലഭിക്കുക. അത് അവരാ ഇഷ്കിൻ്റെ, അവരെ മുഹബത്തിൻ്റെ ഒരു പവറായിരുന്നു. ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആൾ വന്ന് ചോദിച്ചു, ഓ ഉസ്മാൻ എന്നവരെ, നിങ്ങളിൽ നിന്നും ആരാണ് വയസ്സിന് മൂത്തത്? അതായത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മുത്തുനബിയാണോ നിങ്ങളാണോ വയസ്സിന് മൂത്തത് എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ച സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുന്ന് എന്നെക്കാട്ടിലും എത്രയോ വലിയവരാണ്, പക്ഷേ അവരെക്കാട്ടിലും കുറച്ച് മുന്നേ ഞാൻ ജനിച്ചു എന്നേ ഉള്ളൂ എന്ന്. അതായത് പ്രായം കൊണ്ട് കൂടുതൽ എന്ന് പറയുന്നതിന് ബദൽ കൂടുതലാണോ ആണ്, എങ്കിലും മുത്തുനബിനെ അവർ ഉയർത്തി വെച്ചു. അതായത് അവിടുന്ന് എമ്മളേങ്കാട്ടിലൊക്കെ എത്രയോ വലിയവരാണ്, അവരെക്കാട്ടിലും കുറച്ച് മുമ്പേ ഞാൻ ജനിച്ചു എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ അതൊന്നും താത്തി ചവിട്ടി. അതായത് അവരെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളായിരുന്നു അത്. കാരണം ഒരു നിലക്കും ഹബീബായ തങ്ങളെ താഴ്ത്തി കാണാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ മുത്തുനബിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുത്തുനബി തിരിച്ചുള്ള ആദരവോ അത് അതിലേറെ വലുതായിരുന്നു. നമ്മളൊന്നും അങ്ങോട്ട് ആദരിക്കുന്നതിൻ്റെ 40 ഇരട്ടി തിരിച്ച് ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു ദിവസം ഒരു സഹാബി ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരി കൊണ്ടുവരികയാണ്. ഹബീബായ തങ്ങളിങ്ങനെ ഇരിക്കുന്ന സഹാബത്തൊക്കെ അവിടെ ഉണ്ട്, ആ സഭയിലുണ്ട്. ആ സമയത്ത് മുന്തിരി കൊണ്ടുവന്ന്, പൊതുവെ സദസ്സിലേക്ക് എന്ത് ഹദിയ എത്തിക്കഴിഞ്ഞാലും ഹബീബായ തങ്ങൾ അതിൽ നിന്നും സ്വല്പം എടുത്ത് ഉടനെ അവിടെ വിതരണം ചെയ്യാറാണ് പതിവ്. ആദ്യം തങ്ങളൊന്ന് എടുക്കും, അത് ആ കൊണ്ടുവന്നവരെ ബഹുമാനിക്കലാണ്. അവർ കൊണ്ടുവന്നത് ഇങ്ങോട്ടല്ല. നമ്മളായാലും ഒരു വലിയ ഒരാൾക്ക് ഒരു സാധനം കൊണ്ടുപോയി ചെല്ലുമ്പം അത് അങ്ങോട്ട് കൊടുത്തേക്കിടാൻ പറയുമ്പം നമ്മളെന്ത് മനസ്സിലാക്കും? എന്നാലും ഒന്ന്
ഇവിടുന്ന് നോക്കിയില്ലല്ലോ എന്ന് മനസ്സിൽ കരുതരുത് എന്ന് കരുതി ഹബീബായ തങ്ങൾ അതിൽ നിന്നും സ്വല്പം എടുത്ത് കഴിക്കാറ് പതിവുള്ളതാണ്. അത് ആ വന്നവരെ ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ അതിൽ നിന്നും ഒരു മുന്തിരി എടുത്തിട്ട് ഹബീബായ തങ്ങളുപ്പാപ്പ വായയിലേക്ക് ഇട്ട സമയത്ത് തങ്ങളുപ്പാപ്പക്ക് മനസ്സിലായി അതിന് വലിയൊരു മധുരവുമില്ല, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മുന്തിരിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റിയും അതിൽ വന്നിട്ടില്ല. അപ്പം അത് ഇയാളെ കുറ്റമല്ല, കൊണ്ടുവന്ന ആളെ കുറ്റമല്ല, അയാളെ കൃഷിത്തോട്ടത്തിൽ ആ സഹാബി അത് കൊണ്ടുവന്ന ആളുടെ കുറ്റമല്ല, സഹാബത്തിൻ്റെ കുറ്റമല്ല. ആ സഹാബി അവിടുത്തെ തോട്ടത്തിലുണ്ടായ മുന്തിരി ആദ്യമായി ഹബീബായ തങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. അപ്പം ആ മുന്തിരിയിൽ മധുരമില്ലാത്തതും പുളിയില്ലാത്തതും സഹാബി അറിയാൻ പാടില്ല. മുത്തുനബി അത് വാങ്ങിയിട്ട് 2 വായലിട്ടിട്ട് നല്ല പുഞ്ചിരിച്ചു കൊടുത്തപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. എൻ്റെ മുന്തിരി കഴിച്ച് തങ്ങളൊന്ന് ചിരിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ അദ്ദേഹം ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ്. അങ്ങനെ അതിലുള്ള കംപ്ലീറ്റ് മുന്തിരിയും ഏകദേശം മുന്തിരികളൊക്കെ ഹബീബായ തങ്ങളുപ്പാപ്പ ഭക്ഷിച്ചതിന് ശേഷം പാത്രം അവിടെ വച്ചു. അപ്പം അദ്ദേഹം പോയതിന് ശേഷം സഹാബാക്കളെ കൂട്ടത്തിൽ നിന്നും ചിലർ, അതായത് എന്താണ് ഇതിൻ്റെ അർത്ഥം, അതായത് എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അത് ചോദിക്കും. കാരണം അവർ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്, അല്ലാതെ ഹബീബിനെ ചോദ്യം ചെയ്യുന്നവരായിട്ടല്ല. അവർ എന്ത് വിഷയം തങ്ങളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാലും അത് ചോദിച്ച് പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമായിരുന്നു. അതാണല്ലോ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടം, അങ്ങനെയാണല്ലോ. ഏത് വിഷയങ്ങളും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയവരാണ് സഹാബ. അതായത് ഞാനും എൻ്റെ സഹാബാക്കളും ചെയ്യുന്നത് സത്യമായിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയാൻ കാരണം തിരുസുന്നത്ത് അങ്ങനെ തന്നെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ സഹാബാക്കളുടെ അടുത്ത് തെറ്റ് സംഭവിക്കില്ല. അവരുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആര് നോക്കും? ഹബീബായ തങ്ങൾ നോക്കും. തങ്ങളുടെ അടുത്ത് നിക്ഷിപ്തമാണ് എന്ന് നമുക്കുറപ്പാണ്. അപ്പോൾ തങ്ങൾ പല രൂപത്തിലും പല കാര്യങ്ങളും നമുക്ക് പാഠങ്ങൾ അവരിലൂടെ കാണിച്ചു തരുമെന്ന് നമുക്കിതിന് മനസ്സിലാക്കാം. അപ്പോൾ ഉടനെ ഹബീബായ തങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. പിന്നെ ആ സഹാബി കൊണ്ടുവന്ന ആ ഒരു മുന്തിരിയിൽ തീരെ മധുരം കുറവായിരുന്നു. അപ്പം ഞാനത് നിങ്ങളിലേക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് മധുരമില്ല, അല്ലെങ്കിൽ ഇത് മുന്തിരിയുടെ ആ ഒരു രൂപത്തിലായിട്ടില്ല എന്ന് നിങ്ങളൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞാൽ ആ വന്ന ആളുണ്ടല്ലോ സഹാബി, ആ കൊണ്ടുവന്ന സഹാബിക്ക് അതൊരു വിഷമമാകുമോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തത്. ഈ പുളിരസവും അതിൻ്റെ മധുരം കുറവൊക്കെ അദ്ദേഹം ചെയ്തതല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പഴത്തിന് അത്രയേ കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് നിങ്ങളെന്ത് ചെയ്യരുത്, ഒരു കുറഞ്ഞതാക്കി തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്ന മുതൽ കുറഞ്ഞതായോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, വിഷമിക്കുമല്ലോ എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാത്തത് എന്ന്. അപ്പം മുത്തുനബി അദ്ദേഹത്തെ ആദരിച്ച രൂപം നോക്കണം. കാരണം ആ തന്ന സാധനത്തിനെ ഇകഴ്ത്താതെ ഉടനെ വാങ്ങി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മുന്നിൽ അതിനെ ഉയർത്തി കാണിച്ച് ആ സഹാബിനെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് അയക്കുകയാണ് ഹബീബായ തങ്ങൾ ചെയ്തത്. അപ്പോൾ തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റം നമ്മൾ പഠിച്ചല്ലോ. ഒരു കാലത്തും ചെയ്താൽ നഷ്ടപ്പെടാത്ത ഒരു അമലാണ് സലാത്ത്. ഹബീബായ തങ്ങളെ പ്രിയം വെച്ച് അവിടത്തേക്ക് ഇഷ്ക് വെച്ച് ജീവിക്കുന്നവർ എന്ത് അമൽ ചെയ്താലും അത് നഷ്ടപ്പെടില്ല. അതായത് ഹബീബായ തങ്ങൾക്ക് വേണ്ടിയുള്ള സലാത്ത് നഷ്ടപ്പെടില്ല എന്ന് പറയാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഓ മനുഷ്യരെ, ഞാനും എൻ്റെ മലായിക്കത്തും മുത്തുനബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. ഓ ജനങ്ങളെ, നിങ്ങളും തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്ന്. അതിന് സംശയമില്ലല്ലോ. അതായത് റബ്ബും മലായിക്കത്തും സലാത്ത് ചെല്ലുന്നുണ്ട്, നമ്മളോട് സലാത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സംശയമില്ല. അപ്പോൾ ഒരു കാലത്തും പ്രിയം വെച്ചാൽ നഷ്ടപ്പെടാത്ത അമലാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രിയം വെക്കൽ എന്ന്. അത് പ്രിയം വെക്കാൻ എന്ത് ചെയ്യണം? ഇത്തരം ചരിത്രങ്ങൾ എവിടുന്ന് കിട്ടിയാലും, നമ്മളെ ചാനലിന് മാത്രമല്ല, നമ്മളെ ചാനലിലൊന്നും ചരിത്രങ്ങൾ വരുന്നില്ല. നല്ല നല്ല ചാനലുകളിൽ നല്ല നല്ല ചരിത്രങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമേ അപ്പോൾ നിങ്ങൾ ചോദിച്ച ചാനലിൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയല്ല, അത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാൻ വായിക്കാൻ സമയമില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കേൾക്കാൻ തന്നെ അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ കേട്ട് തങ്ങളെ ചരിത്രം എവിടുന്ന് കിട്ടിയാലും കേട്ട് നമ്മൾ തങ്ങളോടുള്ള മുഹബ്ബത്ത്, ഇഷ്ക് നമ്മളെ മനസ്സിൽ വർദ്ധിപ്പിച്ച് വരണം. അത് ഒരു കാലത്ത് നഷ്ടപ്പെടില്ല. തങ്ങളെ പ്രിയം വെച്ച് ജീവിച്ചവരാരും ഇന്ന് വരെ ഒരു നഷ്ടത്തിലായ ചരിത്രം ഇല്ല. അത് മുന്നേയുമില്ല പിന്നേയുമില്ല. നമ്മളിപ്പോൾ ചരിത്രത്തിൽ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ളൊരു ചരിത്രമാണ്. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കത് പറയാം ഇൻഷാ അല്ലാഹ്. സമയത്തിനനുസരിച്ച് ഓരോ ചരിത്രങ്ങളും നമുക്ക് പറയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് റാഹത്തും ആഫിയത്തും ആരോഗ്യം ഇസ്സത്തുള്ള ജീവിതം നമുക്ക് ഏത് കാലത്തും
അള്ളാഹു ആയുസ്സും ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.